എല്ലാവർക്കും നമസ്കാരം. മണികണ്ഠന്റെ ടീസർ കണ്ടു. നമുക്കറിയാം ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോൾ ഉണ്ടാകും. ഞാൻ സംസാരിക്കാൻ നല്ലതില്ല. ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ടോടി വരുന്ന ഷോട്ടിൽ ഒരു ചെറിയ ഫീലുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷനിൽ നിന്ന് യു സ്ക്യൂസ് ഇറ്റ് ഫോർ ദിസ് സ്ക്രീൻ, അതൊരു പ്ലാസ്റ്റിക് ഇതുണ്ട്. അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെ സംശയമില്ല. കാരണം ഈ AI-യുടെ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ വിനിൽ കൊണ്ടുവരികയാണ്. വിനിൽ വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന, ഞാൻ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായി എടുത്ത് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിനിലിന് ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് ഡൗട്ടില്ല. കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് നമ്മൾ പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട്. അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും, നോ ഡൗട്ട്. കാരണം അങ്ങനെയാണ് അയ്യപ്പൻ. അതിനകത്ത് ലാസ്റ്റ് അവതാറാണ്. നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയതോടുകൂടി അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല AI-യുടെ വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ്. ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാമല്ലോ, ഞാനൊക്കെ 99 26 വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷിയുടെ മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ കണക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണും TV-യിലൊക്കെ. ആകാശഗംഗ ഹൊറർ പിക്ചറാണ്. അപ്പോൾ ആ ഒരു മോർഫിങ്ങിനന്ന് ഒരു സെക്കൻഡിന് 12,000 റുപ്പീസാണ്. ഇന്ന് 300 500 ഒക്കെയാണെന്ന് മോർഫിങ്. അന്ന് ഭയങ്കര അതിൻ്റെ പ്രൊഡ്യൂസർ ഒന്ന് ഞാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർഫ് ചെയ്യണമെങ്കിൽ 12,000 റുപ്പീസ്. മാത്രമല്ല ഇപ്പൊ ഈ അത്ഭുതദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം. എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത്. അപ്പോൾ അതിനെടുത്തൊരു എഫർട്ട്. ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൂടെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണേ നമുക്ക് ജഗതി ശ്രീകുമാറിനെ കൊണ്ട് കളിപ്പിക്കായില്ലേ. നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അതിശയം എന്നൊരു പടം ഞാൻ കൊണ്ടുവരുന്നു. ഞാനീ പറയാൻ കാര്യം, ഇതിൽ ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഒത്തിരി തോട്ട്സ് മനസ്സിലായി. അതൊക്കെ അന്നത്തെ കാലത്തൊന്നും അതിശയൻ്റെ പ്രൊഡ്യൂസർ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലേട്ടൻ തന്നെ ആയിരുന്നു, ഗോകുലം ഗോപാൽ. അപ്പോൾ പുള്ളി പറഞ്ഞ 6 മാസം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പടം നമുക്കറിയാം, അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നത്തെ ഹോളിവുഡ് പടം. നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു ചെറിയ ബഡ്ജറ്റിങ്ങും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ ഒരു ഗ്രാഫിക്സ് വന്നില്ല അതിനെപ്പറ്റി. പക്ഷെ അത്തരം തോട്ട്സ് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു CG-യിൽ കൂടി. അന്ന് വലിയ പ്രശ്നമായി. എന്നെ 1-2 വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു. കാരണം അതൊന്നും പാടില്ല അങ്ങനെ ആരെയും. ഇന്ന് ആർക്കും ആരും ഉണ്ടാക്കായില്ലേ. ഒരു ലിമിറ്റേഷനും ഇല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ AI-യിൽ ഉണ്ടാക്കാം. ഇത് AI ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണിന്ന്. ഇന്ന് മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷം 100 പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കുക അല്ലേ. ഫോട്ടോസ് കൊടുത്താൽ മതി. 2-3 വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി, നമുക്ക് പടം ഉണ്ടാക്കാം. അവർ ഇതുവരെ ചെയ്താൽ വലിയ എക്സ്പ്രഷൻസ് അവർ അഭിനയിക്കും, അവർ ആക്ഷൻ ചെയ്യും. അപ്പം ഈ സാധ്യതകൾ മലയാളത്തിൽ ആദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച വിനിലിനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരൻ എന്നെ ഒന്ന് വിളിച്ച ലൈജുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരുകയാണ്.